ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് കിച്ചൻ. ഇന്ന് ഞാൻ നല്ലൊരു മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചൂരമീൻ വെച്ച് നല്ല അടിപൊളി റോസ്റ്റ്. നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ തന്നെ നല്ല ടേസ്റ്റിയാണ്. മീൻ കറി കഴിച്ച് മടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും കഴിക്കും. ഞാൻ 1/2 കിലോ ചൂരമീൻ, മുള്ളില്ലാത്ത മീനാണ്, നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്നു. അതിൽ ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി മസാലയ്ക്ക് വേണ്ടി ഞാൻ 3 സവാള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി അതും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക്, ആവശ്യമുള്ള കറിവേപ്പില വേണം. പിന്നെ 2 തക്കാളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടി. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഇതിന് അല്പം ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആയതിന് നമുക്ക് മസാല തിരുമ്മി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം ഓയിൽ ഒഴിച്ച്, ഒരുപാട് ഓയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീൻ കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മുരിയൊന്നും വേണ്ട, ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് അടച്ച് വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് മസാല റെഡിയാക്കാം. ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ നമുക്ക് സവാളയും കൂടിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തും ചേർക്കാം. നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറ് നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി വേണം. കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ. നന്നായിട്ട് ഇളക്കി ഈ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. തക്കാളി വെന്ത് ഉടഞ്ഞ് നല്ലൊരു പരുവാകുമ്പോൾ ഉലുവാപ്പൊടി ചേർക്കണം, ഒരു നുള്ളു ഉലുവാപ്പൊടി. പിന്നെ 2 ടീസ്പൂൺ വിനാഗിരി, ഒരു ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് വറുത്ത മീൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി
വീണ്ടും അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. മസാലയൊക്കെ മീൻ കഷ്ണങ്ങളിൽ നിന്ന് പിടിക്കുന്നവരെ 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇപ്പോൾ ചൂരമീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ്. കാണുമ്പോൾ തന്നെ അത് ബീഫ് റോസ്റ്റ് പോലെ ഇരിക്കും. മീൻകറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടത്തോടെ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യണം.